നമസ്കാരം. കോഴിക്കോട് നഗരഹൃദയത്തിലെ ചെറുട്ടി കോൺവെന്റ് റോഡ് വിശ്വാസികൾ പ്രാർത്ഥനാ നിർഭരമായി എത്തുന്ന ദേവമാതാ കത്തീഡ്രൽ പരിസരം ബുധനാഴ്ച വൈകിട്ട് നടങ്ങിയത് ഒരു നവജാത ശിശുവിൻ്റെ മൃതദേഹം കണ്ട വാർത്ത കേട്ടാണ്. എന്നാൽ അന്വേഷണം ചെന്നെത്തിയത് പാലക്കാട് നിന്നെത്തിയ ഒരു തീർത്ഥാടക സംഘത്തിലേക്കും ആ സംഘത്തിലുണ്ടായിരുന്ന 25 വയസ്സുകാരിയായ ഫ്രാങ്കോ എന്ന യുവതിയിലേക്കുമാണ്. പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ നിന്നും 13 ബസ്സുകളിലായി എത്തിയ വലിയൊരു തീർത്ഥാടക സംഘത്തിൻ്റെ ഭാഗമായിരുന്നു ഫ്രാങ്കോ. പള്ളിയുടെ പിന്നിലെ വിജനമായ സ്ഥലത്ത് പൊക്കിൾക്കൊടി പോലും കൃത്യമായി വേർപെടുത്താത്ത നിലയിലാണ് ആൺകുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തിയത്. പള്ളിയിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച ടൗൺ ACP KJ ജോൺസന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘത്തിന് അധികം വൈകാതെ തന്നെ പ്രതിയെ കണ്ടെത്താനുമായി. രക്തസ്രാവം കാരണം അവശനിലയിലായിരുന്നിട്ടും ഒന്നും സംഭവിക്കാത്തതുപോലെ ബസ്സിൽ പോയിരുന്ന യുവതിയെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. പള്ളിയുടെ പിന്നിലെ സ്ഥലത്ത് പ്രസവിച്ചെന്നായിരുന്നു യുവതി നൽകിയ മൊഴി. 6 മാസം ഗർഭിണിയായ ഫ്രാങ്കോയെ തീർത്ഥാടക സംഘം ഒപ്പം കൊണ്ടുപോകുന്നില്ലെന്ന് പറഞ്ഞെങ്കിലും ഫ്രാങ്കോ നിർബന്ധപൂർവ്വം കൂടെ കൂടുകയായിരുന്നു എന്നാണ് വിവരം. പള്ളിയുടെ പരിസരത്ത് വെച്ച് വേദന ഉണ്ടാകുകയും പ്രസവിക്കുകയും ചെയ്ത ഫ്രാങ്കോ ഇക്കാര്യം തീർത്ഥാടക സംഘത്തിലെ മറ്റുള്ളവർ അറിഞ്ഞാൽ കുഴപ്പമാകുമെന്ന് കരുതി മരിച്ച നിലയിൽ കണ്ട കുഞ്ഞിനെ ഉപേക്ഷിക്കുകയായിരുന്നുവെന്നാണ് മൊഴിയിൽ പറയുന്നത്. ഫ്രാങ്കോയുടെ ഭർത്താവും 1.5 വയസ്സുള്ള മകളും ഭർത്താവിൻ്റെ മാതാവും അമ്മൂമ്മയും തീർത്ഥാടക സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നെങ്കിലും അവരെയും ഈ വിവരം അറിയിച്ചിരുന്നില്ല എന്നാണ് സൂചനയെന്നും ടൗൺ ACP KJ ജോൺസൺ പറഞ്ഞു. പ്രസവശേഷം ടൂറിസ്റ്റ് ബസ്സിൽ കയറിയിരുന്ന ഫ്രാങ്കോയെ അന്വേഷണത്തിനൊടുവിലാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പാലക്കാട് നിന്നെത്തിയ തീർത്ഥാടക സംഘത്തിലെ ഒരു യുവാവാണ് ബുധനാഴ്ച വൈകിട്ട് 4:30 പള്ളിയുടെ പരിസരത്ത് മൃതദേഹം കണ്ടത്. പള്ളി വികാരി ഇക്കാര്യം അറിയിച്ചതോടെ ഉടൻ തന്നെ പള്ളി അധികൃതർ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് യുവതിയെ പോലീസ് തിരിച്ചറിഞ്ഞത്. ക്ഷീണിതയായി കണ്ട യുവതിയെ കോട്ടപ്പുറം ഗവൺമെൻറ് ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മതിയായ ചികിത്സയും പരിചരണവും ഉറപ്പാക്കിയ ശേഷം പോലീസ് ഇവരെ വിശദമായി ചോദ്യം ചെയ്യും. സമീപത്ത് ആശുപത്രികൾ ഉണ്ടായിരുന്നിട്ടും യുവതി ഒപ്പമുണ്ടായിരുന്ന ഭർത്താവിനെയും ബന്ധുക്കളെയും അറിയിക്കാതെ പ്രസവിച്ചതിലാണ് ദുരൂഹത നിലനിൽക്കുന്നത്. യുവതിയെയും കുടുംബാംഗങ്ങളെയും കൂടുതൽ ചോദ്യം ചെയ്യുന്നതിലൂടെ ഇതിൽ വ്യക്തത വരുമെന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. ടൗൺ പോലീസും ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ ഇന്നലെ രാത്രിയോടെ തന്നെ പൂർത്തിയാക്കിയിരുന്നു. അസ്വാഭാവിക മരണത്തിന് കേസെടുത്താണ് ടൗൺ പോലീസ് അന്വേഷണം നടത്തുന്നത്. ശിശുവിൻ്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നാണ് ഫ്രാങ്കോയെ തിരിച്ചറിഞ്ഞത്. ഇവരെ നിലവിൽ ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. തീർത്ഥാടക സംഘത്തിനൊപ്പം വാഹനത്തിലെത്തിയ യുവതി വിശ്വാസയോഗ്യമല്ലാത്ത മൊഴിയാണ് പോലീസിന് നൽകിയത്. പെട്ടെന്ന് പ്രസവവേദന വന്നെന്നും പേടിച്ചിട്ടാണ് കുഞ്ഞിനെ പള്ളിയിൽ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞതെന്നുമാണ് യുവതി മൊഴി നൽകിയിരിക്കുന്നത്. എന്നാൽ ഈ മൊഴി പോലീസ് മുഖവിലേക്ക് എടുത്തിട്ടില്ല. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്താനാണ് പോലീസിന്റെ നീക്കം. ഫ്രാങ്കോയുടെ കുടുംബ പശ്ചാത്തലമടക്കവും പോലീസ് പരിശോധിക്കും. അതേസമയം അടുത്തിടെ തിരുവനന്തപുരത്തും സമാനമായ രീതിയിൽ നവജാത ശിശുവിൻ്റെ മൃതദേഹം കണ്ടെത്തിയിരുന്നു. നഗരത്തെ നടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രി വളപ്പിലായിരുന്നു നവജാത ശിശുവിൻ്റെ മൃതദേഹം കണ്ടെത്തുന്നത്. ആശുപത്രിയിലെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ ഒരു ബാഗിനുള്ളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു 2 ആഴ്ചകൾക്ക് മുമ്പ് ഇത്തരത്തിലൊരു മൃതദേഹം കണ്ടെത്തുന്നത്. സുരക്ഷാ ജീവനക്കാരായിരുന്നു സംശയാസ്പദമായ ബാഗ് കണ്ടെത്തിയത്. തുടർന്ന് പരിശോധിച്ചപ്പോഴായിരുന്നു കുഞ്ഞിൻ്റെ മൃതദേഹം കണ്ടെത്തിയത്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് മറൈൻ ഡ്രൈവിനടുത്തും കൊച്ചി കായലിൻ്റെ പരിസരത്ത് ഇതുപോലെ പെൺകുഞ്ഞിൻ്റെ മൃതദേഹം കണ്ടെത്തിയ സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു.